SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ പരിശോധിക്കുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ SITയുടെ പരിശോധന നടന്നു വരുന്നു സന്നിധാനത്ത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ദേവിക, 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ സാമ്പിൾ ശേഖരണം കൃത്യം 1 മണിക്ക് തന്നെ ആരംഭിച്ചതാണ്. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ട് ശബരിമല ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം SIT സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക വിദഗ്ധരടക്കം ആളുകളാണ് ഈ സാമ്പിൾ ശേഖരണം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിന്റെ 4 ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്നുമാണ് പരിശോധന ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും 1998 വിജയ് മല്യ സമർപ്പിച്ച സ്വർണം, ആ സ്വർണത്തിൽ എത്രമാത്രം കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുക, ഒപ്പം കട്ടിളപ്പാളികൾ, ദ്വാരപാലക ശില്പം എന്നിവയിൽ എത്രത്തോളം മാറ്റം സംഭവിച്ചിരിക്കുന്നു, കൃത്രിമം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുക. ഇത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിജയ് മല്യ സമർപ്പിച്ചിട്ടുള്ള 1998 ശബരിമലയിൽ ശ്രീകോവിലിൽ സമർപ്പിച്ചിട്ടുള്ള ആ ഭാഗങ്ങളിൽ നിന്നുള്ള പരിശോധനാ ക്രമീകരണങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇളക്കി മാറ്റിയിരിക്കുന്ന ഈ ശ്രീകോവിലിന്റെ വലതുവശത്തെ ഭാഗത്തു നിന്നും ചുവരിൽ നിന്നും ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയിട്ടുണ്ട്. അത് വിജയ് മല്യ സമർപ്പിച്ചതാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ സ്വർണ്ണം പൊതിഞ്ഞതും ഒപ്പം ശ്രീകോവിലിന്റെ മേൽക്കൂരയും സ്വർണം പൊതിഞ്ഞതും 1998 വിജയ് മല്യയാണ്. അപ്പോൾ ആ വിജയ് മല്യ 1998 ആ സ്വർണം പൊതിഞ്ഞ ആ ഭാഗങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു, കൃത്രിമത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഈ ശ്രീകോവിലിന്റെ 4 ഭാഗങ്ങളിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. വിദഗ്ധർ ഈ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇനിയുള്ളത് കട്ടിളപ്പാളിയും ഒപ്പം ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അവിടെ ഉള്ള സ്വർണ്ണപ്പാളികൾ മാറ്റുക, സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പരിശോധന പൂർത്തിയാക്കുക എന്നുള്ള ഘട്ടത്തിലേക്കാണ് കടക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ പൂർത്തിയായിരിക്കുന്നു. ഇനി ശരി, അങ്ങനെ തന്നെയാണ്. SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തി വരികയാണ്. സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ പരിശോധിക്കുന്നു. 1 മണിക്കൂർ പിന്നിട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കട്ടിളപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പരിശോധന തുടർന്നു വരുന്നത്. SITയുടെ പ്രത്യേക നിർണായകമായ പരിശോധന സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. മിഥുൻ മുരളി തുടരുന്നുണ്ട്. മിഥുൻ, അവിടെ തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂർ പിന്നിട്ടു പരിശോധന ആരംഭിച്ചിട്ടല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയ് മല്യ സമർപ്പിച്ചിട്ടുള്ള 1998 സമർപ്പിച്ച ഈ ശബരിമല ശ്രീകോവിലും ഒപ്പം മേൽക്കൂരി അടക്കമുള്ള ഭാഗങ്ങൾ സ്വർണം പൊതിഞ്ഞത് 1998 വിജയ് മല്യ സമർപ്പിച്ചതാണ്. ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഇളക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ 4 ഭാഗങ്ങളിൽ നിന്നുള്ള പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് അവിടെ പരിശോധന നടത്തുന്നു. ഇനിയുള്ളത് പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് അത് കട്ടിളപ്പാളി പരിശോധന നടത്തുക, ഒപ്പം ദ്വാരപാലക ശില്പത്തിൽ കൃത്രിമം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ഘട്ടത്തിൽ പ്രധാനമായി ഉള്ളത്. ഇപ്പോൾ 4 ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രീകോവിലിന്റെ 4 ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിവെച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ശ്രീകോവിലിന്റെ വലതുവശത്തു നിന്നുള്ള പാളിയാണ് അവസാനമായിട്ട് എടുത്ത് മാറ്റിയത്. അങ്ങനെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിനുള്ള 2 ഘട്ടം കട്ടിളപ്പാളിയും ഒപ്പം ഈ ദ്വാരപാലക ശില്പവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് വേണ്ടത്. 1998 വിജയ് മല്യ ഈ ശബരിമല ശ്രീകോവിൽ മേൽക്കൂരി അടക്കമുള്ള ഭാഗങ്ങൾ സ്വർണം പൊതിഞ്ഞതാണ്. പിന്നീടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത്. സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഒപ്പം കട്ടിളപ്പാളി അടക്കമുള്ള ഭാഗങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോവുകയും ഈ സ്വർണ്ണ അപകടം നടന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്ന ഈ കട്ടിളപ്പാളിയിലും ഒപ്പം വിജയ് മല്യ അന്ന് സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിലും ഈ ദ്വാരപാലക ശില്പമടക്കമുള്ള ഭാഗങ്ങൾ വിജയ് മല്യയാണ് സ്വർണം പൊതിഞ്ഞത്. ആ ഭാഗങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമെത്തി തിരികെ സന്നിധാനത്ത് എത്തിയപ്പോൾ, ശബരിമലയിൽ എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം കൃത്രിമം ഉണ്ടായിട്ടുണ്ട്, സ്വർണത്തിൽ എത്ര കുറവ് ഉണ്ടായിട്ടുണ്ട്, മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിച്ചിരിക്കുന്നു. അന്വേഷണത്തിന്റെ പ്രധാന ഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെടെ കട്ടിളപ്പാളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നു അതിന്റെ മൂല്യം, ഈ കട്ടിളപ്പാളിയിലും
ഒപ്പം ദ്വാരപാലക ശില്പത്തിലും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായ സ്വർണത്തിന്റെ മൂല്യം ഇപ്പോൾ ഈ സാമ്പിൾ ശേഖരണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതിന്റെ മറ്റു ഭാഗങ്ങളിൽ ഈ സ്വർണത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഇനിയുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ മൂല്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം കൃത്രിമത്വം എത്രമാത്രം ഉണ്ട്, ഉണ്ണികൃഷ്ണൻ മാറ്റി കൊച്ചി കൊണ്ടുപോയതിനു ശേഷം സ്വർണ്ണ അപഹരണം എത്രത്തോളമാണ് സംഭവിച്ചിരിക്കുന്നത്, എത്രത്തോളം മാറ്റമാണ് ഇതിനെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 20 അംഗ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നലെ ഉച്ചയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിയത്. അതിൽ ഈ ഗോഡ്സ്മിത്ത് അടക്കമുള്ള വൈദഗ്ധ്യമേറിയ ആളുകളുണ്ട്, വിദഗ്ധരുണ്ട്. ഈ വിദഗ്ധരാണ് ഈ സാമ്പിൾ ശേഖരണം നടത്തി പരിശോധന പൂർത്തിയാക്കുന്നത്. അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘവും നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷനുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണക്കോളയുടെ വ്യാപ്തി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പരിശോധന ഇപ്പോൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായും 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 1998 വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണത്തിൽ വന്നിരിക്കുന്ന മാറ്റം, ഒപ്പം കട്ടിളപ്പാളിയിലും ഈ അടുത്ത കാലത്ത് 2025 ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം, കൃത്രിമത്വം, മൂല്യം എത്രത്തോളമാണ് മാറ്റം വന്നിരിക്കുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ കണ്ടെത്തൽ നടത്തുന്നതിന് വേണ്ടിയാണിത്. 1999 ഈ വിജയ് മല്യ സമർപ്പിച്ചത് 24 ക്യാരറ്റ് പരിശുദ്ധിയുള്ള സ്വർണ്ണമായിരുന്നു, മൂല്യമുള്ള സ്വർണ്ണമായിരുന്നു. ആ സ്വർണ്ണത്തിലാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പിന്റെ അംശം ഈ സ്വർണ്ണ ലോഹഭാഗങ്ങളിൽ എത്രത്തോളം ഉണ്ട്, ചെമ്പിന്റെ അംശം കൂടുതലാണെങ്കിൽ ആ മൂല്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം, സ്വർണത്തിന്റെ മൂല്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി, വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ്, പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ശബരിമല സന്നിധാനത്ത് പരിശോധന നടക്കുന്നു. അതിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ 4 ചുവരുകളിൽ നിന്നുള്ള 4 ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രീകോവിലിന്റെ 4 ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഇളക്കി മാറ്റിക്കൊണ്ടുള്ള സാമ്പിൾ ശേഖരണം നടത്തുന്നു. വിജയ് മല്യ സമർപ്പിച്ച ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇളക്കി മാറ്റിയിരിക്കുന്നത്. സാമ്പിൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയുള്ളത് കട്ടിളപ്പാളിയാണ്, ഒപ്പം തന്നെ ദ്വാരപാലക ശില്പമാണ്. ദ്വാരപാലക ശില്പം പരിശോധിക്കുമ്പോഴാണ് നിർണായകമായിട്ടുള്ള പരിശോധന എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. അടുത്ത കാലത്ത് വിവാദങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് ഈ ദ്വാരപാലക ശില്പം അനിയന്ത്രിതമായിട്ട് മറ്റാരുടെയും അനുവാദം കൂടാതെ ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നത്. ഈ വലിയ സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വരുന്നത്, കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വരുന്നത് ഈ ദ്വാരപാലക ശില്പം കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ദ്വാരപാലക ശില്പം തിരികെ കൊണ്ടുവന്നു വെച്ചപ്പോൾ തുലാമാസ പൂജയ്ക്ക് നടന്നുകൊടുത്തപ്പോൾ ദ്വാരപാലക ശില്പം തിരികെ ഇവിടെ ദ്വാരപാലകൻ മുകളിലേക്ക് പ്രതിഷ്ഠിച്ചപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്, ചെമ്പിന്റെ അംശം എത്രത്തോളമാണുള്ളത്, കൃത്രിമത്വം എത്രത്തോളമാണുള്ളത്, ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്, ഈ സ്വർണ്ണ അപഹരണത്തിൽ എത്രത്തോളം വ്യാപ്തിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഭക്തജനങ്ങൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നു, സംശയം നിലനിൽക്കുന്നു. ഹൈന്ദവ സംഘടനകൾ സംശയം പ്രകടിപ്പിക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. നിർണായകമായിട്ടുള്ള ഒരു അന്വേഷണ പുരോഗതിയെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനമായ ഘട്ടത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കേണ്ടത്. കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകൾ പ്രധാനമായി മാറും. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ മുരാരി ബാബു, സുഭാഷ്, വാസു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴികളുണ്ട്. ഈ മൊഴികളുമായി ചേർത്ത് വെക്കുന്ന തെളിവ് ശേഖരണമായിരിക്കും പ്രധാനമായി ഇനിയുള്ള ഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുക. അവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴികൾ, ആ മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അത് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണെങ്കിൽ ഏറ്റവും പ്രധാന പരിഗണന നൽകി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ നിന്നും സ്വർണ്ണപ്പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം 1 മണിക്കൂർ സമയം, 3/4 മണിക്കൂർ സമയം, 3 മണി വരെയാണ് തന്ത്രിയുടെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. നട തുറക്കുന്നത് 3 മണിക്കാണ്. 3 മണിക്ക് നട തുറക്കുന്നതിനുള്ളിൽ തന്നെ ഈ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പൂർത്തിയാക്കിയതാണ്. ഈ ശ്രീകോവിലിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളുകൾ ശേഖരിക്കേണ്ടത്, അതിന് എത്ര സമയം വേണ്ടിവരും, എത്ര വിദഗ്ധർ ഇതിന് വേണ്ടിവരും എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തലുകൾ ഇന്നലെ നടത്തിയതാണ്. ഇന്നലെ ഒരു ദിവസം ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം, ശശിധരൻ IPS നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇവിടെ സന്നിധാനത്ത് തങ്ങിയതാണ്. അങ്ങനെ പ്രത്യേക വിലയിരുത്തലുകൾ, ചർച്ചകൾ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് 20ഓളം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന, വിദഗ്ധർ ഉൾപ്പെടുന്ന ആ പ്രത്യേക സംഘം ഇന്ന് കൃത്യം ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഈ പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത്. കൃത്യം 1 മണിക്ക് നടയടച്ച ആ സമയം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ സാമ്പിൾ ശേഖരണവുമായി ബന്ധപ്പെട്ട് ശ്രീകോവിലിന്റെ മുന്നിലേക്ക് എത്തുകയും സോപാനത്തിന് സമീപത്തേക്ക് എത്തുകയും പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തു.
ഇനി ഏകദേശം 45 മിനിറ്റ് സമയമുണ്ട്. 3 മണിയോടുകൂടി തന്നെ ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഇനി ദ്വാരപാലക ശില്പം ഒപ്പം കട്ടിളപ്പാളി ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണം ശേഖരിച്ചുകൊണ്ട്, സ്വർണം മാത്രമല്ല ലോഹം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ലോഹത്തിന്റെ അംശം കണ്ടെത്തേണ്ടതുണ്ട്, സ്വർണത്തിന്റെ അംശം കണ്ടെത്തേണ്ടതുണ്ട്, ലോഹഭാഗങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പരിശോധനകളെല്ലാം ഇനി ഒരു 45 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. എന്തായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾ സ്വാധീകരിക്കുന്ന മൊഴികളുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന ശാസ്ത്രീയ തെളിവുകളുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ അന്വേഷണ പുരോഗതിക്ക് ഏറ്റവും നിർണായകമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ പ്രത്യേക ഉദ്യോഗസ്ഥർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ശ്രീകോവിലിന് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ കട്ടിളപ്പാളിയിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ദ്വാരപാലക ശില്പം, അതിൽ നിന്നും സ്വർണം ശേഖരണം, സാമ്പിൾ ശേഖരണം ഉണ്ടാകും. അങ്ങനെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി ഒപ്പം വിജയമല്യ സമർപ്പിച്ചിരിക്കുന്ന വിവിധ ഭാഗങ്ങൾ 1998 വിജയമല്യ സമർപ്പിച്ച ആ സ്വർണത്തിന്റെ വിവിധ ഭാഗങ്ങൾ, സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ആ വിവിധ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം സാമ്പിളുകൾ ശേഖരിക്കുന്ന ആ ഒരു ഘട്ടം അതിലേക്കാണ് കിടക്കുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ശ്രീകോവിലിന് മുന്നിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഉദ്യോഗസ്ഥർ ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ എല്ലാം നിലയുറപ്പിച്ചിരിക്കുന്നു. അവരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കട്ടിളപ്പാളിയിൽ നിന്നുള്ള സ്വർണം സാമ്പിൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ആ ഭാഗത്തു നിന്നുള്ള സാമ്പിൾ ശേഖരണമാണ് ഇനി നടക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ ശ്രീകോവിലിന്റെ 4 ചുവരുകളിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. 4 പാളികളും മാറ്റി വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് ശ്രീകോവിൽ പരിശോധിച്ചാൽ കാണാം. ശ്രീകോവിലിന്റെ ദൃശ്യം കാണുമ്പോൾ കാണാം ഈ 4 ചുവരുകൾ. ആ 4 ചുവരുകളിൽ 1998 വിജയമല്യ സമർപ്പിച്ച സ്വർണം പൊതിഞ്ഞ ആ ഭാഗങ്ങൾ ഇളക്കി മാറ്റി വെച്ചിരിക്കുന്നത് വ്യക്തമായി കാണാം. അതിനുശേഷമാണ് ഇനിയുള്ള ഘട്ടത്തിലാണ് ഈ കട്ടിളപ്പാളിയിൽ നിന്നും ഒപ്പം ദ്വാരപാലക ശില്പത്തിൽ നിന്നുമുള്ള സ്വർണം ശേഖരിക്കുക, സാമ്പിൾ ശേഖരിക്കുക, അതിനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കട്ടിളപ്പാളി അടക്കം ദ്വാരപാലക ശില്പമടക്കമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വിജയമല്യ സമർപ്പിച്ചതാണ്. അതിൽ നിന്നാണ് വലിയ ഒരു തൂക്കക്കുറവ്, സ്വർണത്തിൽ ഒരു മാറ്റം ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. 4 കിലോയോളം സ്വർണം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മൂല്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം, സ്വർണത്തിന്റെ അംശം എത്രത്തോളമുണ്ട്, ചെമ്പിന്റെ അംശം എത്രത്തോളമുണ്ട്, എത്രത്തോളം മൂല്യത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്, കൃത്രിമത്വം എത്രത്തോളമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം സംശയം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഭക്തജനങ്ങൾക്ക് സംശയമുണ്ട്. ഹൈന്ദവ സംഘടനകൾ സംശയം പ്രകടമാക്കിയിട്ടുണ്ട്, ആശങ്ക ഉയർത്തിക്കൊണ്ട് നിലവിൽ പ്രതിഷേധ സ്വരവുമായി ഉണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ്, നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തത്സമയം കാണാം. ശ്രീകോവിലിന് മുന്നിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളിയിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം നടക്കുന്നു. ഇനിയുള്ളത് ദ്വാരപാലക ശില്പങ്ങൾ, ഇടവും വലവും. ശ്രീകോവിലിന്റെ 2 ഇടവും വലവുമായി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. ഇതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ട ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നതിന് വേണ്ടി രാജ്യം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയാണ് പുറത്തു വരുന്നത്. അത് പുറത്തു വരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പം ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിന്റെ പരിശോധനയ്ക്ക് വേണ്ടി ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരണമായിരിക്കും അടുത്ത ഘട്ടത്തിൽ, ഇനിയുള്ള 45 മിനിറ്റിൽ നടക്കുക. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.